ഈ ബൈക്ക് എന്നും എൻ്റെ ഒരു ഡ്രീം ബൈക്കായിരുന്നു. എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു ഒരു ബൈക്ക് കാലം പിന്നെ പൾസർ അൾട്രേഷൻ ചെയ്ത സെയിം ഇതേ ബോഡിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷെ ഓടിക്കാൻ ഫിസിക്കലി ഫിറ്റ് പോലും തോന്നിയില്ല. ആർട്ടിയൊക്കെ പ്രശ്നമാക്കി ഞാൻ ക്യാൻസൽ ചെയ്ത് ഒഴിവാക്കിയതാണ്. വീണ്ടും പൾസറിലൊക്കെ ആക്കി. പക്ഷെ ചിലവായിരുന്നു. എന്താ ജസ്റ്റ് ഓഫറിന് 23 രൂപയ്ക്ക് മേടിച്ചിട്ടുണ്ടാകുന്ന സാധനം ഇത്. എനിക്കല്ല, 23 റുപ്യൻ്റെ ഓഫർ. ആകെ 17 റുപ്യ നോർമൽ പ്രൈസ്. ഓഫറിന് 23 മേടിച്ചിട്ടുണ്ടോ? ിലിരുന്ന് ബാർബിക്യൂ കഴിക്കുന്ന ഐസൻ സൂപ്പ്. ഈ ഹോട്ടല് പരിചയപ്പെടുത്തണ്ട, ആള് കഴിച്ച് കൊണ്ടിരിക്കുന്നത് ബൈക്കാ, ഫ്രണ്ടില്ല. നല്ല ചിക്കൻ, നല്ല മന്തി പോലത്തെ ചോറ്, ഭയങ്കര ടേസ്റ്റ് ആയിട്ട്. ഇത് 12 മണിക്ക് പോയി മേടിച്ച് കൊണ്ടുവന്ന് കഴിക്കുന്നതാണ്. എന്തൊക്കെയാണ് അതിൻ്റെ കൂടെ തൈന റൂമിലിരുന്ന് ടി വിയും കണ്ടിട്ട് കഴിക്കോളാം. ഒഴിക്കാതെ ഗ്രീൻ ചില്ലിൻ്റെ ചിക്കൻ ചില്ലി ഫ്രൈക്ക് പറയാനൊരു ടേസ്റ്റാണ്. പെരിഞ്ചീരകത്തിൻ്റെ ടേസ്റ്റാണ്. ഷംഷാദ് തിന്ന പാടാണ് ഇത് പെരിഞ്ചീരകത്തിൻ്റെ ടേസ്റ്റ്. അതിന് വെച്ചോ, ചൂട് വെച്ചോ. മറ്റേത് വയ്ക്കുക അവസാനം. ഓക്കെ ഗുഡ്. ഫുൾ ഒഴിച്ചു, എന്തിനാ പകുതി വയ്ക്കുന്നത്? ഇനി വയ്ക്കണ്ട, ഇനിയിപ്പോ ഫുൾ ഒഴിച്ചാന്ന് പറയണ്ടെന്ന് വെച്ചിട്ട് ഇതിങ്ങനെ ഇങ്ങനെ കൂട്ടിയിട്ട് ഞാൻ ചിക്കനും മിക്സ് ചെയ്തിട്ട് എൻ്റെ ബഷീറിൻ്റെ എക്സ്പ്രഷൻ ഓർമ്മ. ഗെയിമും കളിച്ചുകൊണ്ട് ഫുഡ് ഭാര്യ കൊടുക്കണം. എൻ്റെ പുതിയ ഫോൺ കൊണ്ട് കളിയില്ല. ചിക്കൻ്റെ മുകളിലും എൻ്റെ വീഡിയോ ഒന്നും കണ്ടിട്ട് നുണച്ചെടുക്കുന്ന എൻ്റെ ഫ്രണ്ട് ഉണ്ട് ഷംഷാദ്, എനിക്ക് ഡെഡിക്കേറ്റ് ചെയ്യും. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ്. ഗ്രീക്ക് യോഗട്ടും ബദാമും പീനട്ട്സും. പീനട്ട്സ് ഉണ്ട്, പിന്നെ പംകിൻ സീഡ് ഉണ്ട്, അതിൻ്റെ പോലെ വാൾനട്ട്സ് ഉണ്ട്, എല്ലാം ഹെൽത്തിയാണ്. ഹേസൽനട്ട് ഉണ്ട്, ബ്ലൂബെറി, സ്ട്രോബെറി, നല്ല തേനാണ് ഗൈസ്. ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ്. ഇതൊക്കെ ഉണ്ടാവും, പക്ഷെ ഞാൻ കഴിക്കില്ല. നമുക്ക് നമ്മളെ നാടൻ ഫുഡ് തന്നെ കഴിക്കണം തോന്നും. പക്ഷേ അതൊക്കെ മിക്സ് ചെയ്ത് സെറ്റാവട്ടെ. പിന്നെ കൊഞ്ചം കറി രസമുണ്ട്. പച്ചക്കറിയും മീനും. പിന്നെ വോയിസ് എല്ലാം പോയല്ലോ. നീ ഇത് പറ, ശലുവിനെ വിളിച്ചാ? മൃണാൽ എനക്കും ഐസ്ക്രീം ഒന്നും പിടിച്ചിട്ടില്ല കേട്ടോ. മൃണാലിൻ്റെ വീഡിയോ ഉണ്ട്, ഇങ്ങനെ അങ്ങനെ ടിപ്പ് ചെയ്ത് കറിവേപ്പില കൂട്ടി പച്ചക്കറി ഫുള്ളും നല്ല ചെറിയ അയില, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. ചെറിയ അയില, ഒമാനി അയില. കല്ലുമുക്കായ എങ്ങനെ നല്ലതാ? അടിപൊളിയിലൊക്കെ ഇതാണ് സ്പിനച്ച് ഉപ്പേരി. നല്ല ടേസ്റ്റാണ്. പാലക്ക് എന്ന് പറഞ്ഞാ
ഫസ്റ്റ് ആക്കി നല്ല ടേസ്റ്റ് ഉണ്ട്. മീൻ ടേസ്റ്റ് ജസ്റ്റിൻ്റെ തല നല്ല ടേസ്റ്റ് ആയിരിക്കും. മീൻ പൊരിച്ച് കഴിഞ്ഞാൽ എനിക്കൊന്ന് ഫ്രയറിൽ ഇട്ടാറ് ഓയിലാണല്ലോ ഫുള്ള്. നല്ല കൊഞ്ചൻ കറിക്ക് എന്നോട് ചായ എടുക്കുവാനാണ്. ഇത് വേണ്ടാന്ന് എനിക്കില്ല. കാലി ചായക്കല്ല പറഞ്ഞേ. ആ കൊഞ്ചൻ കറി ഗൈസ്. ആ പൂ പോലത്തെ ദോശ. ഇങ്ങനെ ഇങ്ങനെ അലിഞ്ഞു പോകുന്ന ദോശ. റൈറ്റി ദോശ ഗൈസ്. തേങ്ങ കൂടി ഇട്ടാൽ നല്ല അടിപൊളിയാവും. പക്ഷെ കെട്ടികളും അറിവും ആടല്ല ഇത്. തേങ്ങക്കല്ല നല്ല പൈസയാണ്. പിശുക്കത്തി ഇത്തിരി പറഞ്ഞാലും ഇടൂല. എന്ത് ചെയ്യാം, വേറെ വെട്ടിയിട്ട് അവളെ കൊണ്ടുപോയിട്ട് തേങ്ങ ഇടിച്ച് തെറ്റിക്കണം. ഞാൻ ഭയങ്കര റിച്ചായി. ഇവിടെ എന്തിനാ തേങ്ങേൻ്റെ വിഷയമെല്ലാം നോക്കുന്നല്ല. എന്നാലും എല്ലാം നോക്കിയിരിക്കും.